അങ്ങനെ ഇപ്പോൾ ബ്രെയിനിയാക്കിനെ ആ ചിപ്പിലൂടെ തിരിച്ചു കൊണ്ടുവന്ന ലെക്സ് ലൂഥർ താൻ എന്തിനാണ് ഇപ്പോൾ ബ്രെയിനിയാക്കിനെ തിരിച്ചു കൊണ്ടുവന്നതെന്നും അതിൻ്റെ പുറകിലുള്ള തൻ്റെ ലക്ഷ്യം എന്താണെന്നും ബ്രെയിനിയാക്കിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ലെക്സ് ലൂഥറിനെ പോലെ ബ്രെയിനിയാക്കിനും സൂപ്പർമാനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് ബ്രെയിനിയാക്കിനെ കുറച്ചും കൂടി പവർഫുൾ ആക്കി ബ്രെയിനിയാക്കിനെ കൊണ്ട് തന്നെ സൂപ്പർമാനെ കൊല്ലിക്കാനാണ് ലെക്സ് ലൂഥർ ബ്രെയിനിയാക്കിനെ തിരിച്ചു കൊണ്ടുവന്നത്. സൂപ്പർമാനെ കൊല്ലാനുള്ള എല്ലാ സഹായവും താൻ ചെയ്തു തരാമെന്ന് ലെക്സ് ലൂഥർ ബ്രെയിനിയാക്കിനോട് പറയുന്നു. മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളും ലെക്സ് ലൂഥർ ബ്രെയിനിയാക്കിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സൂപ്പർമാനെ കൊന്നതിന് ശേഷം ഭൂമിയെ കീഴടക്കാൻ ബ്രെയിനിയാക്ക് ശ്രമിക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോയി ആ പ്ലാനറ്റ് കീഴടക്കി ബ്രെയിനിയാക്ക് അവിടെ ജീവിക്കണം. പക്ഷെ പോകുന്നതിന് മുമ്പ് ജനങ്ങൾക്കിടയിൽ ബ്രെയിനിയാക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണം. അങ്ങനെ ആ സമയത്ത് ജനങ്ങളെ രക്ഷിക്കുവാനായി ജനങ്ങളുടെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോയായി മാറി ലെക്സ് ലൂഥർ വരും. എന്നിട്ട് ബ്രെയിനിയാക്കിനെ നാടകീയമായി ഫൈറ്റ് ചെയ്ത് ലെക്സ് ലൂഥർ തോൽപ്പിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങളെല്ലാവരും ലെക്സ് ലൂഥറിനെ ഒരു സൂപ്പർ ഹീറോയായി കണ്ട് ഇഷ്ടപ്പെടാനും അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുത്ത് ഈ ഭൂമിയെ തന്നെ ലെക്സ് ലൂഥറിന് കീഴടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബ്രെയിനിയാക്കിനോട് പറഞ്ഞ് ഇതിനോട് നിനക്ക് സമ്മതമാണോ എന്ന് ലെക്സ് ലൂഥർ ചോദിച്ചതും സമ്മതമാണെന്ന് ബ്രെയിനിയാക്ക് തിരിച്ചു മറുപടി പറയുന്നു. അങ്ങനെ പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം സൂപ്പർമാനെ കൊല്ലാനായി ബ്രെയിനിയാക്കിന് പവർഫുള്ളായ ഒരു ഫിസിക്കൽ ബോഡി നൽകുവാൻ തീരുമാനിച്ച ലെക്സ് ലൂഥർ ആദ്യം തന്നെ ബ്രെയിനിയാക്കിനെ അഥവാ ചിപ്പ് എടുത്ത് ഒരു ഡിവൈസിൽ വെച്ച് ആ ഡിവൈസുമായി ബ്രെയിനിയാക്കിനെ കണക്ട് ചെയ്യുന്നു. മാത്രമല്ല ആ ഡിവൈസിൻ്റെ ഉള്ളിൽ സൂപ്പർമാൻ്റെ ശരീരത്തിന് ദോഷകരമായ ക്രിപ്റ്റോണൈറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണവും പിന്നെ സൂപ്പർമാനെ കണ്ടെത്തുവാനായി സൂപ്പർമാൻ്റെ ഒരു DNA സാമ്പിളും ലെക്സ് ലൂഥർ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡിവൈസുമായി കണക്ട് ചെയ്ത ബ്രെയിനിയാക്കിനെ ബഹിരാകാശത്തുള്ള തൻ്റെ ലെക്സ് 9000 എന്ന ഡിവൈസിൻ്റെ അടുത്തേക്ക് ലെക്സ് ലൂഥർ അയക്കുന്നു. ഇപ്പോൾ ലെക്സ് 9000 അടുത്ത് എത്തിയതും അപ്പോൾ തന്നെ ബ്രെയിനിയാക്ക് തൻ്റെ ഇപ്പോഴുള്ള ഡിവൈസ് ലെക്സ് 9000 യോജിപ്പിച്ച് ഒരു യമണ്ടൻ റോബോട്ടായി മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ പവർഫുള്ളായ ഒരു ഫിസിക്കൽ ബോഡി ലഭിച്ച ബ്രെയിനിയാക്ക് തൻ്റെ കയ്യിലുള്ള സൂപ്പർമാൻ്റെ DNA ഉപയോഗിച്ച് സൂപ്പർമാൻ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി സൂപ്പർമാനെ കൊല്ലാനായി ബ്രെയിനിയാക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതേ സമയം ഇപ്പോൾ നമ്മുടെ സൂപ്പർമാൻ ആണെങ്കിൽ ക്ലാർക്ക് കെൻ്റായി മാറി ലോയിസിൻ്റെ കൂടെ ഒരു വലിയ ഹോട്ടലിലിരുന്ന് ആ ഹോട്ടലിനെ പറ്റിയുള്ള റിവ്യൂസൊക്കെ പത്രത്തിൽ അടുത്ത ദിവസം കൊടുക്കാനായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർമാൻ അഥവാ ക്ലാർക്ക് കെൻറ്റിന് ലോയിസിനെ പ്രൊപ്പോസ് ചെയ്യണമെന്നും അതിനു മുമ്പ് താനാണ് സൂപ്പർമാൻ എന്ന രഹസ്യം ലോയിസിനോട് പറയണമെന്നുണ്ടെങ്കിലും ക്ലാർക്കിന് അത് പറയാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാൽ ഈ ലോയിസിന് സൂപ്പർമാനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ക്ലാർക്ക് താനാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ലോയിസിനെ പ്രൊപ്പോസൽ ചെയ്താൽ കണ്ണും പൂട്ടി ലോയിസ് സൂപ്പർമാനെ കല്യാണം കഴിക്കും. പക്ഷെ പിന്നീട് ഇവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ താൻ ആരാണെന്ന രഹസ്യം കണ്ടെത്തി ഏതെങ്കിലും സൂപ്പർ വില്ലന്മാരെ തന്നെ വീഴ്ത്തുവാനായി ലോയിസിനെ പിടിച്ചുകൊണ്ടു പോവുകയോ പുള്ളിക്കാരിയെ കൊല്ലുമോ എന്നൊക്കെ സൂപ്പർമാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലാർക്ക് ലോയിസിനെ പ്രൊപ്പോസൽ ചെയ്യാത്തത്. പക്ഷെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ക്ലാർക്ക് ലോയിസിനോട് രഹസ്യം തുറന്നു പറയാൻ പോകുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ അങ്ങ് ദൂരയിൽ നിന്നും ബ്രെയിനിയാക്ക് തൻ്റെ പേരും വിളിച്ചു വരുന്നത് സൂപ്പർമാൻ കേൾക്കുന്നു. അപ്പോൾ തന്നെ ക്ലാർക്ക് ലോയിസ് കാണാതെ മിന്നൽ വേഗത്തിൽ നിന്നും അവിടുന്ന് പോവുകയാണ്. അപ്പോൾ തന്നെ ആ ഹോട്ടൽ തകർത്ത് അതിനുള്ളിൽ ബ്രെയിനിയാക്ക് വന്ന് എവിടെയാടാ സൂപ്പർമാനെ നീ എന്ന് ചോദിച്ചതും ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ എന്നും പറഞ്ഞ് ക്ലാർക്ക് സൂപ്പർമാനായി വേഷം മാറി അവിടെ വരികയാണ്. അങ്ങനെ അവിടെ സൂപ്പർമാനും ബ്രെയിനിയാക്കും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിൽ ബ്രെയിനിയാക്ക് തൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോണൈറ്റിനെ മറ്റേ ലെക്സ് 9000 ആ ലേസറുമായി ഒന്നിപ്പിച്ച് സൂപ്പർമാന് നേരെ അറ്റാക്ക് ചെയ്തതും സൂപ്പർമാന് വയ്യാതെയാകുകയാണ്. പക്ഷെ സൂപ്പർമാൻ തന്നെ കൊണ്ടാവുന്ന വിധം ബ്രെയിനിയാക്കിനോട് ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റൊക്കെ ഫോട്ടോ എടുക്കാനായി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന ലോയിസിൻ്റെ ദേഹത്ത് അറിയാതെ ആ ക്രിപ്റ്റോണൈറ്റും ലെക്സ് 9000 ആ ലേസറും ഒന്നിച്ചുള്ള ബ്രെയിനിയാക്കിൻ്റെ അറ്റാക്ക് കൊള്ളുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരി ബോധം പോയി വയ്യാതെ താഴോട്ട് വീഴുന്നു. അത് കണ്ട് സൂപ്പർമാൻ ഞെട്ടിപ്പോവുകയാണ്.